ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കാം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു മുഴുത്ത 2 സവോള കനം കുറച്ചരിഞ്ഞ് അതിലിട്ട് നന്നായി മൂപ്പിച്ച് ബ്രൗൺ നിറമാകുമ്പോൾ കോരിയെടുക്കാം. ആ ചട്ടിയിലേക്ക് തന്നെ നെയ്ച്ചോറിന് ആവശ്യമായ ഗ്രാമ്പൂ, പട്ട, തക്കോലം, ഏലക്ക എല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് മൂത്ത് വരുമ്പോൾ ഞാൻ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്, 4 ഗ്ലാസ്. അപ്പോൾ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി തിളയ്ക്കാൻ വേണ്ടി നല്ല തീ വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെക്കുന്നതാണ് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഗ്യാസിലാണെങ്കിലും കുഴപ്പമില്ല. 1 കിലോ അരിക്ക് 100 RKG ആണ് എടുത്തേക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത് ചോറ് വെന്ത് കഴിയുമ്പോൾ തമ്മിൽ ഒട്ടാതെ നല്ല വെറുവറയുള്ള ചോറായി നമുക്ക് ലഭിക്കും. വെള്ളം നന്നായി വെട്ടിത്തിളയ്ക്കുമ്പോൾ നേരത്തെ കഴുകി വെച്ചിരുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് ഒരു പാത്രം കൊണ്ട് മൂടി നല്ല തീയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഞാൻ എപ്പോഴും നെയ്ച്ചോറ് വെക്കുമ്പോൾ എടുക്കുന്ന അരിയുടെ അളവിൻ്റെ നേരെ ഇരട്ടി വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അഥവാ വെള്ളം കൂടിപ്പോയി എന്ന് തോന്നിയാൽ നന്നായി തീ കത്തിച്ച് അതാദ്യം തന്നെ വറ്റിച്ചാൽ മതി. വെള്ളം ഏകദേശം വറ്റി തിളച്ചതിൻ്റെ ചെറിയ കുത്തുകുത്ത് പോലെ തുളകൾ കാണുമ്പോൾ തീ മുഴുവനായും അടിയിൽ നിന്നും മാറ്റി ദമ്മിട്ട് കൊടുക്കണം. ദമ്മിട്ട അരി അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല പാകമായ നെയ്ച്ചോറായിട്ടുണ്ടാകും. ഈ നെയ്ച്ചോറിന് പ്രത്യേക ഫുഡ് കളറൊന്നും ചേർക്കാറില്ല. നമുക്കത് തീയിലൊന്ന് വാങ്ങി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നേരത്തെ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി സവോളയും ചേർത്ത് ഇളക്കി ചിക്കൻ കറിയും സള്ളാസും അച്ചാറും ചേർത്ത് ചൂടോടെ കഴിക്കാം. താങ്ക് യു.